ആദർശങ്ങൾ പച്ച പരിഷ്കൃത ലോകത്തിന്റെ മുമ്പിൽ ഇന്നും പുതുമയോടെ നിലനിൽക്കുന്നു എന്ന് പറയുന്നതിൽ ആർക്കും സംശയമില്ല. മാന്യ സഹോദരങ്ങളെ, ഒരു മനുഷ്യന് നല്ല നിലയ്ക്ക് ജീവിച്ചു പോകണമെങ്കിൽ അവൻ കേവലം വിശ്വാസി എന്ന ഓമന പേരിൽ അറിയപ്പെട്ടതുകൊണ്ട് മാത്രം കാര്യമായില്ല. അവന്റെ വിശ്വാസം വൈകല്യങ്ങളും ന്യൂനതകളും പോരായ്മകളും ഇല്ലാത്തതാക്കണമെന്ന കർശനവും കർക്കശവുമായ ഒരു രീതിയാണ് ഇസ്ലാമിനുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം കൃത്യമായി ലോകത്ത് ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് പഠിപ്പിച്ച ആശയത്തില്ല. നബി തങ്ങൾ പ്രായോഗികമായി പ്രവർത്തിച്ച് സമൂഹത്തിലേക്ക് കൈമാറിയതാണ്. അതങ്ങനെ തന്നെ കണ്ടും കേട്ടും പരിശീലിച്ചും പകർത്തിയെടുത്ത മഹാന്മാരായ സ്വഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ, ആ സ്വഹാബികൾ പിൻതലമുറകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരാതെ നിർവാഹമില്ല. പ്രപഞ്ചത്തിന്റെ സത്താവായ പടച്ചറബിനെ ആരാധിക്കണമെന്നും പടച്ചറബ് അനുശാസിക്കുന്ന അച്ചടക്ക നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അങ്ങനെ പാലിച്ച് സ്വർഗരാജ്യത്ത് എത്തിച്ചേരണമെന്നും കൊതിക്കുന്നവരാണെങ്കിൽ മുഹമ്മദ് നബിയെ കൃത്യമായി പിന്തുടരാതെ നിർവാഹമില്ല. മുഹമ്മദ് നബിയെ കൃത്യമായി പിന്തുടരണം. ആ തിരുദൂതരുടെ അതരപുടങ്ങളിലൂടെ അരിച്ചിറങ്ങിയ ആശയങ്ങളെന്തോ കുറ്റമറ്റതാണെന്നും സത്യസന്ധമാണെന്നും കൃത്യമായി വിശ്വസിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോഴൊക്കെ അബദ്ധങ്ങൾ പറയാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിക്കാറുണ്ടായിരുന്നു, വൈകല്യങ്ങൾ സംഭവിക്കാറുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ കടന്നു വരികയാണെങ്കിൽ ഒരു കാരണവശാലും ഒരു വിശ്വാസിക്ക്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം കൃത്യമല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ആ കാര്യം കൃത്യമായി പറഞ്ഞു. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, മുഹമ്മദ് നബി പിന്തുടർന്നേ പറ്റുകയുള്ളൂ. എന്നാൽ യുഹ്ബിബുക്കും അല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം, എങ്കിലേ അള്ളാഹുവിന്റെ ഇഷ്ടം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും നിങ്ങൾക്ക് പരിപൂർണാർത്ഥത്തിൽ വിജയത്തിന്റെ ഉച്ചിയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുമുള്ളൂവെന്ന് ഖുർആൻ പറയുകയാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച കാലഘട്ടത്തിലോ തിരുദൂതരെ കണ്ടവരോ അല്ല നമ്മൾ. ആ തിരുദൂതരെ കണ്ട ഒരാളെയും കാണാത്തവരുമാണ് നമ്മൾ. ആ ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് നബിയുടെ ജീവിതവും മുഹമ്മദ് നബിയുടെ രീതിശാസ്ത്രവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പഠിപ്പിച്ച ആശയങ്ങളും നമുക്ക് മനസ്സിലാക്കാനുള്ള അടുത്ത മാർഗം സ്വഹാബത്തിന്റെ മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, സഹാബികളെ കുറിച്ച് പറയുന്നു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. സ്വഹാബികൾ, മുഹാജിറുകൾ, അൻസ്വാറുകൾ, രണ്ട് വിഭാഗത്തിലുള്ള സ്വഹാബികളുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയവർ, ആ പലായനം ചെയ്ത് വരുന്നവരെ എല്ലാവിധ ആതിഥ്യ മര്യാദയും കൂടി മദീനയിലേക്ക് ഊട്ടി ആട്ടി സ്വീകരിച്ചവർ, അതാണ് അൻസ്വാറുകളായ സ്വഹാബികൾ. ആ സ്വഹാബികളുടെ മാർഗം അവലംബിച്ചെങ്കിലേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. വറളിയല്ലാഹു അൻഹും വറളൂ അൻ, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ നിസ്കാരങ്ങളിലും വിശ്വാസികൾ ആവർത്തിച്ചാവർത്തിച്ച് പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഫാത്തിഹ സൂറത്തിൽ നമ്മളെല്ലാം പറയാറുണ്ട്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവേ ഞങ്ങളെ നീ ശരിയായ മാർഗത്തിലാക്കി തരണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അതാരുടെ മാർഗമാണെന്നാൽ നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായവരുടെ മാർഗം. ആരാണ് നിന്റെ അനുഗ്രഹം ലഭ്യമായവർ? നിന്റെ ക്രോധത്തിന് വിധേയരാകാതെ നിന്റെ തൃപ്തി നേടിയെടുത്തവർ. ആ തൃപ്തി നേടിയവരാരാണെന്നാണ് ഖുർആൻ പറയുന്നത്, അത് മുഹാജിറുകളും അൻസാറുകളുമാകുന്ന സ്വഹാബികളാണ്. അവരെ കൃത്യമായി അനുധാവനം ചെയ്ത പിന്മുറക്കാരായ ആളുകളുമാണ്. അവർക്കുള്ള പ്രത്യേകത എന്താണ്? റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർക്ക് അള്ളാഹുവിനോടും തൃപ്തിയാണ്. അപ്പോൾ ഖിയാമത്ത് നാൾ വരെ, അന്ത്യനാൾ വരെയുള്ള ജനത, ആ ജനതയ്ക്കുള്ള വിശ്വാസം എന്താകണം, അവരുടെ പ്രവർത്തനങ്ങൾ എന്താകണം, അവരുടെ നീക്കുപോക്കുകൾ, നിലപാടുകൾ, സമീപനം, ശൈലി എല്ലാം ഈ അച്ചുതണ്ടിലൂടെ മുന്നോട്ട് പോകണം. എങ്കിൽ മുസ്ലിമീങ്ങൾ ആർക്കും ഒരിക്കലും ശത്രുക്കളായി മാറില്ല. നിങ്ങൾ ആലോചിക്കണം, ഈ വിശ്വാസങ്ങളിൽ കണ്ണൂർ സിറ്റിയിലാ ഉള്ളത്.
പോരായ്മകളും SYS ആദർശ പ്രഭാഷണം നടക്കുകയാണ്. കണ്ണൂർ സിറ്റി ടൗണിൽ തന്നെയാണ് പ്രഭാഷണം നടത്തുന്നത്. ഹനീഫ സഖാഫി വടകര വിത്ത് മുനർവ കണ്ണൂർ സിറ്റിയാണ്. ഈ സിറ്റിയിൽ ആധ്യാത്മികാതിഥികളായ ഔലിയാക്കൾ അന്തിയുറങ്ങുന്ന മണ്ണാണ്. എത്രയെത്ര മഹാന്മാരുടെ മക്ബറകളാണ് ഈ പരിസരങ്ങളിലൊക്കെയായിട്ടുള്ളത്. അവരെല്ലാം ഇവിടെ വന്നത് വിശുദ്ധ ദീനിന്റെ അനന്യദ്വിതീയത്തിന്റെ ജൈവിക ശോഭയുമായിട്ടാണ്. അപ്പോൾ അവരോടെല്ലാം ഈ നാട്ടുകാർക്കൊരു എതിർപ്പുമുണ്ടായിരുന്നില്ല. കാരണം അവരെല്ലാവർക്കും നന്മ മാത്രം ആഗ്രഹിച്ചവരാണ്. പരിശുദ്ധ ഖുർആൻ അതാണല്ലോ പറഞ്ഞത്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തി കഴിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ രക്ഷപ്പെടുത്തിയവനെ പോലെയാണവൻ എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ജീവിതത്തിന്റെ പകർപ്പുകളായി ഈ ഭൂമിയിലെല്ലാം നല്ല ദിശാബോധം നൽകിയ പുണ്യാത്മാക്കളായ മഹാരഥന്മാർ, അവരെ ആർക്കാണ് വെറുക്കാൻ കഴിയുക? പക്ഷേ ആ ഇസ്ലാമിന്റെ കൃത്യമായ പാന്താവും ശൈലിയും രീതിയും വിട്ട് നമ്മളിൽ വൈകല്യങ്ങളും പോരായ്മകളും പാകപ്പിഴവുകളും കണ്ടു തുടങ്ങിയപ്പോ സ്വാഭാവികമായും മുസ്ലിമീങ്ങളോട് മറ്റുള്ളവർക്ക് വെറുപ്പും വൈരാഗ്യവും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. പെരിങ്ങത്തൂരിലേക്ക് കടന്നു വന്ന അരിയിൽ കൂഫി റളിയല്ലാഹു അൻഹു, അങ്ങനെ നാടെത്തുക്കുമുള്ള സ്വാലിഹീങ്ങൾ അവർ ഈ മണ്ണിൽ ഇസ്ലാം നിർദ്ദേശിച്ചിരിക്കുന്ന ആത്മീയമായ പ്രവർത്തനങ്ങളൊക്കെയും നടത്തുകയുണ്ടായി. എന്റെ നാടിന്റെ പരിസരത്തുള്ള പെരിങ്ങത്തൂർ അരിയിൽ കൂഫി റളിയല്ലാഹു അൻഹു വന്നപ്പോ ആ നാട്ടിൽ മറ്റ് മതവിശ്വാസങ്ങൾപ്പെട്ട നിരവധി വിശ്വാസങ്ങളിലും നിരവധി ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിച്ചിരുന്ന ആളുകൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി പ്രയാസപ്പെടുന്ന പരിവേദനങ്ങൾ പറയാൻ വേണ്ടി അരിയിൽ കൂഫിയെ സമീപിക്കാറുണ്ടായിരുന്നു. അവർ വന്നാൽ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാനുള്ളത്, അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളമെടുക്കുന്നു, പരിശുദ്ധ ബിസ്മി ഉച്ചരിക്കുന്നു, പരിശുദ്ധ ഖുർആനിലെ വാചകങ്ങൾ ഉച്ചരിച്ച് ആ വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുക്കുമ്പോൾ ആ മന്ത്രിച്ച വെള്ളത്തിന്റെ ഫലം കാരണം അവർക്ക് വിട്ടുമാറാത്ത രോഗങ്ങൾ ഒഴിഞ്ഞു പോകുന്നു, അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടുന്നു. സിദ്ധൌഷധ മൂല്യമുള്ള വസ്തുവിനെ പോലെ അവരത് ഉപയോഗിച്ചിരുന്നു. അലിൽ കൂഫി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ ഒരു വക്രതയും ഒരു പോരായ്മയും കാണിച്ചിട്ടില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവ്വകാലഘട്ടത്തിൽ മന്ത്രിക്കാറുണ്ടായിരുന്നു, ആത്മീയ ചികിത്സ നടത്താറുണ്ടായിരുന്നു. സലമത്ത് ബിൻ അക്ബർ റളിയല്ലാഹു അൻഹു തന്റെ കാലിലെ മുറിവുമായിട്ട് തിരുദൂതരെ സമീപിച്ചുകൊണ്ട്, പുണ്യനബിയെ, എന്റെ കാലിന് വലിയൊരു പ്രയാസം, വിട്ടുമാറാത്ത വേദന കൊണ്ട് പുളയുകയാണെന്ന് പറയുമ്പോൾ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആരോഗ്യ വിദഗ്ധനായ മെഡിസിൻ കഴിഞ്ഞ ആളല്ല, ഞാൻ വൈദ്യശാസ്ത്രത്തിൽ പ്രത്യേകം പഠനം നടത്തിയ ആളല്ല, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ പുണ്യ റസൂൽ മറ്റേതെങ്കിലും ഭൗതികമായ മെഡിക്കൽ ക്രിയാരൂപങ്ങളൊന്നും നിർവഹിക്കാതെ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലമത്ത് ബിൻ അക്ബറിന്റെ ശരീരത്തിലേക്ക് 3 പ്രാവശ്യം മന്ത്രിച്ചൂതുകയായിരുന്നുണ്ടായിരുന്നത്. 3 പ്രാവശ്യം മന്ത്രിച്ചൂതുകയായിരുന്നുണ്ടായിരുന്നത്. ആ മന്ത്രത്തിന്റെ ഫലം കാരണം അദ്ദേഹത്തിന്റെ രോഗം വിട്ടുമാറി. ഖത്താദ റളിയല്ലാഹു അൻഹു കണ്ണ് യുദ്ധക്കളത്തിൽ വെച്ചിട്ട് നഷ്ടപ്പെട്ട് തൂങ്ങിക്കിടക്കുന്ന കണ്ണുമായിട്ട് തിരുദൂതരെ സമീപിച്ചപ്പോ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതിക ശസ്ത്രക്രിയ നടത്തുന്ന ആശുപത്രിയിലെ വിദഗ്ധനായ ഡോക്ടറല്ല എന്ന കാര്യം ഖത്താദ റളിയല്ലാഹു അൻഹു അറിയാമായിരുന്നു. പക്ഷേ അവിടുത്തെ ആത്മീയമായ ശേഷി ഉപയോഗപ്പെടുത്തിയിട്ട് തന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സമീപിച്ച ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് യഥാസ്ഥാനത്ത് വെച്ച് അവിടെ നിന്ന് തടവിയപ്പോൾ ആ കണ്ണിന്റെ രോഗബാധ പൂർണ്ണമായി ഇല്ലാതെയാവുകയും നേരത്തെയുള്ള ആരോഗ്യം തിരിച്ചു കിട്ടിയ സംഭവങ്ങൾക്ക് ചരിത്രത്തിൽ കാണാം. ഈ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചതും അവിടുന്ന് പറഞ്ഞുകൊടുത്തതും പിന്മുറക്കാരായ സ്വഹാബികളിനെ കേട്ടുപഠിച്ച് പരിചയിച്ചവരെ പിന്തുടർന്നു വന്ന മഹാന്മാരിൽപ്പെട്ട ആളായിരുന്നു അലിൽ കുഫി റളിയല്ലാഹു അൻഹു അടക്കം ഈ കേരളത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും അന്തിയുറങ്ങുന്ന ഔലിയാക്കളല്ല. അതുകൊണ്ട് തന്നെ ആ വഴിയിലുള്ള രീതി അവർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു. അതുകൊണ്ട് സമൂഹത്തിന് അവിടെ ഒരു ഇഷ്ടമുണ്ടായി, ജനങ്ങൾ അവരെ നെഞ്ചകത്തോട് ചേർത്ത് പിടിച്ചു. പക്ഷേ അലിൽ കൂഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരെ കുറിച്ച് പിൽക്കാലത്ത് കേരളത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, കവലകൾ ഇതുപോലെ വേദികൾ കെട്ടിയിട്ട് അവർ വിളിച്ചു പറഞ്ഞു, ഈ മഹാന്മാരായ ഔലിയാക്കൾ എന്ന പേര് പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ആളുകൾ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. അവര് മന്ത്രിച്ചൂതി, അവര് നൂലിൽ മന്ത്രിച്ചു കൊടുത്തു, വെള്ളത്തിൽ മന്ത്രിച്ചൂതി. ഇതെല്ലാം തെറ്റായിരുന്നു, അന്ധവിശ്വാസമായിരുന്നു, ജനങ്ങളെ പറ്റിക്കലായിരുന്നു. സുഹൃത്തുക്കളെ, മുസ്ലിമിന്റെ ഇസ്സത്തുമായി, ഇസ്ലാമിന്റെ വെളിച്ചവുമായി, വിശ്വാസ പ്രമാണങ്ങളുമായി ആ നേർരേഖ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി അങ്ങകലെ
കലങ്ങി മറിയുന്ന സമുദ്രനിലകളിലെ കടലലകൾ അവഗണിച്ചുകൊണ്ട് പായക്കപ്പലിലും മറ്റുമായിട്ട് ഈ കേരളത്തിലേക്ക് നങ്കൂരമിട്ട് കടന്നു വന്ന പൂർവികരായ സലഫ് സ്വാലിഹികൾ പുണ്യാത്മാക്കൾ, ആ മഹാന്മാർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സേവന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഫലമായി അവർ പഠിച്ചതും പകർത്തിയതുമായിരിക്കുന്ന ആത്മീയമായ ചികിത്സാ രീതികൾ സ്വീകരിച്ചു. അവരുടെ നല്ല ജീവിതം പച്ചയെ അവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തു. ആ മഹാന്മാരൊക്കെ ലോകത്ത് തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും നടത്തിയവരാണെന്ന് ആരാണ് ഇവിടെ പ്രസംഗിച്ചു നടന്നത്? കവലകളിൽ വേദി കെട്ടിയിട്ട് ഇതുപോലെയുള്ള വേദികളിലൂടെ കേരളത്തിന്റെ ഹൃദയ ഭൂമികയിൽ ഇസ്ലാമിന്റെ പേരിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട ഉൽപ്പതിഷ്ടുക്കൾ എന്ന മലയാളത്തിലും മുബത്തദീകൾ എന്ന അറബി ഭാഷയിലും പറയാൻ പറ്റുന്ന പുത്തൻ പ്രസ്ഥാനക്കാർ അവർ പ്രചാരണം നടത്തിയപ്പോ കേരളത്തിലെ മതസൗഹാർദ്ദം താറുമാറായി. കാരണം ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നമ്മളെ അപ്പൂപ്പന്മാരെ പറ്റിച്ചവരുടെ പിന്മുറക്കാരാണെന്ന് തെറ്റിദ്ധരിച്ചു. ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാതെ, ഇസ്ലാമിക വിശ്വാസങ്ങളും പ്രമാണങ്ങളും എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ